ഇന്ന് കാണുന്നത് പത്മാവതി ടെമ്പിളിൽ പോയതിന് ശേഷമുള്ളതായിരിക്കും. അതായത് സ്വാമി തിരുമലയിലേക്ക് ഞങ്ങൾ പോവുകയാണെന്ന് യാത്ര. 7 മണിയായി ഇപ്പോൾ സമയം. 7 മണിക്ക് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. 7 മണിയായി ഇപ്പം. കാരണം 4 മണിക്കാണ് നമുക്ക് ദർശന സമയം. പക്ഷെ നേരത്തെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്കൊന്നും അറിയില്ല. ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടതല്ലാണ്ട് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് നേരത്തെ പോവാണ്. അതുപോലെ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെയുള്ള വേറെ അമ്പലങ്ങളിൽ പോകാനുണ്ട്. അവിടെ തന്നെ ഗണപതി ക്ഷേത്രം, ആഞ്ജനേയ സ്വാമി ക്ഷേത്രം ഒക്കെ ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഒരു 40 മിനിറ്റ്സ് ഒക്കെയാണ് ബസ്സിലുള്ളത്. അപ്പം നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 10-15 മിനിറ്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ആന്ധ്രാപ്രദേശ് RTCയുടെ ഒരു ബസ് സ്റ്റേഷനുണ്ട്. അവിടുന്ന് ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. വിത്തിൻ മിനിറ്റ്സ് ബസ്സുകളുണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കയറുക. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ദർശനം ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 4 ദിവസത്തേക്ക് ടിക്കറ്റ് വാലിഡാണ്. സോ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞങ്ങൾ ഹോപ്പ്ഫുള്ളി എല്ലാം നന്നായി നടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. രാവിലെ പത്മാവതി ടെമ്പിളിൽ നല്ലതായിട്ട് നമുക്ക് ദർശനം തന്നു ദേവി. അതൊരു കഥ പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെന്നത് 4:30-ക്കാണ്. 4:45 വെള്ളിയാഴ്ച ആയതുകൊണ്ട് നട അടയ്ക്കും. പിന്നീട് അഭിഷേകമാണ്. അഭിഷേകത്തിന് നമുക്ക് ഒരാൾക്ക് 1000 രൂപയുടെ ടിക്കറ്റാണ്. അങ്ങനെ കയറുന്നവർക്ക് മാത്രമാണ് 9 മണി വരെ സമയം. അപ്പം ഒരു നോർമൽ ദർശനം അവരെ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് 4:45 നമ്മൾ തൊഴുതിറങ്ങി. നന്നായി തൊഴാൻ പറ്റി ദേവീനെ. നമ്മൾ 100 രൂപയുടെ സ്പെഷ്യൽ എൻട്രി ടിക്കറ്റാണ് എടുത്തത്. ഡയറക്റ്റ് കയറി തൊഴുതു, ഭഗവതിനെ കണ്ടു, വഴിപാടൊക്കെ കൊടുത്തു, തിരിച്ചിറങ്ങി, ലഡ്ഡു വാങ്ങിച്ചു തിരിച്ചു പോന്നു. അപ്പം അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ചിട്ട് മുകളിൽ പോയി അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നൊക്കെയാണ്. അങ്ങനെ റെഡിയായി, ഫുൾ റെഡിയായി ഇരിക്കുകയാണ്. ഇറങ്ങിയാൽ മതി. പിന്നെ ഞാൻ കേട്ടു അവിടെ തിരുമലയിൽ ചെല്ലുമ്പോൾ നമുക്ക് പൂ വെക്കാൻ സമ്മതിക്കില്ല. ഞാൻ പത്മാവതി ടെമ്പിളിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ അവർ നമ്മളെ കൊണ്ട് വെള്ളം വെച്ച് മേടിപ്പിച്ചാണ്. പക്ഷേ അവർ കാരണം കേട്ടോ നമുക്ക് പെട്ടെന്ന് കയറി തൊഴാൻ പറ്റിയത്. അതുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ചേച്ചി പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് ഒരാൾ ഇവിടെ നിൽക്കുക, ഒരാൾ പോയി ഫോൺ കൊടുക്കുക, ഒരാൾ ടിക്കറ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് കയറി ചെന്ന് ടിക്കറ്റ് എടുത്തത് കൊണ്ട് മാത്രം ആ 10-15 മിനിറ്റിൽ ഞങ്ങൾക്ക് തൊഴുതിറങ്ങാൻ പറ്റി. അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഫുൾ പ്ലാൻ മാറും. 9 മണി വരെയും ക്യൂ നിന്നിട്ട് എപ്പോൾ തൊഴുതിറങ്ങാനാണെന്ന് അറിയാൻ പറ്റില്ലായിരുന്നു. അപ്പം അവിടെ ചെല്ലുമ്പം അവിടുത്തെ സെക്യൂരിറ്റി അല്ലെ പോലീസ് പറയും പൂ വെച്ച് പോകാൻ പറ്റില്ല എന്ന്. ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ആൾക്കാർ വെക്കുന്നത്. പക്ഷേ മേ ബി എടുത്ത് മാറ്റുന്നുണ്ടാവും. അപ്പം ഞാൻ ഓർത്ത് വെറുതെ എന്തെങ്കിലും റിസ്ക് എടുക്കുന്നത്. അവിടെ അലങ്കാരം ഭഗവാന് മാത്രമാണ്. അതുകൊണ്ട് ഭഗവാൻ മാത്രമായിട്ടിരിക്കട്ടെ. ഇത് ഞാനിവിടെ വെച്ചിട്ട് പോയി രാവിലെ വെച്ച് എനിക്ക് സന്തോഷമായി. സോ ഐ എം സോ ഹാപ്പി ആൻഡ് ഹോപ്പ്ഫുള്ളി നല്ലൊരു ദർശനം ഭഗവാൻ തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മനസ്സ് നിറഞ്ഞ് ആഗ്രഹിക്കുന്നു. അപ്പോൾ പോകുന്ന വഴിയും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. കൊണ്ടുപോകേണ്ടത് ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട്സ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 2 എണ്ണം എടുത്ത് വെച്ചു. പിന്നെ 2 പേരുടെയും ഒറിജിനൽ ആധാർ കാർഡ്സ്, ഇത് 2ആണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇത് 2ഉം നമ്മൾ കൊണ്ടുപോകണം. ഞങ്ങൾ ബസ് സ്റ്റോപ്പ് എത്തിയപ്പോൾ തന്നെ ആക്ച്വലി ബസ് സ്റ്റാൻഡിലേക്ക് പോയില്ല. അതിന് മുമ്പ് തന്നെ നമുക്കൊരു ബസ് കിട്ടി. അതിൽ കയറി. ബസ്സിൽ കൃത്യം 45 മിനിറ്റ് എടുക്കും നമുക്ക് മല കയറി തിരുമലയിൽ എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദൂരെ കാണുന്ന അതാണ് തിരുമല. തിരുമലയിലാണ് ഭഗവാന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ തിരുപ്പതി പോകുന്നതിന് മുമ്പ് നമുക്ക് തിരുപ്പതി ദേവസ്വത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ദർശന ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. സർവ്വദർശനം, ശീഘ്രദർശനം എന്ന് പറഞ്ഞ് 2 ദർശനങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സർവ്വദർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ഭഗവാനെ കാണാൻ പോകുന്നതാണ്. അത് നമ്മൾ തിരുമലയിൽ ചെന്ന് കഴിയുമ്പം അവിടെ വൈകുണ്ഠം കോംപ്ലക്സിൽ നിന്നും ടിക്കറ്റ് എടുത്തതിന് ശേഷം 18 തൊട്ട് 20 മണിക്കൂർ വരെയും ക്യൂ നിന്നതിന് ശേഷം മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. കുറച്ച് ദൂരം നമ്മൾ ബസ്സിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് ബസ് എല്ലാം നിർത്തും. ബസ്സായാലും നമ്മൾ വരുന്ന പ്രൈവറ്റ് വാഹനങ്ങളായാലും എല്ലാം നിർത്തി ചെക്ക് ചെയ്ത് നമ്മൾ ബാഗ് എടുത്ത് കൊണ്ടുപോയി സ്കാനറിൽ കൂടി കടത്തിവിട്ട് ഒരു പ്രശ്നമില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വീണ്ടും ബസ്സിൽ കയറി യാത്ര തുടരും. അപ്പം ഞാൻ സർവ്വദർശനത്തിനെ പറ്റി പറഞ്ഞല്ലോ. അതായത് വൈകുണ്ഠം കോംപ്ലക്സിൽ പോയിട്ട് നമ്മൾ നേരിട്ട് ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുക. അതായത് ഫ്രീ ദർശനത്തിനുള്ള ടിക്കറ്റ് എടുക്കുക. ഏകദേശം 18 തൊട്ട് 20 മണിക്കൂർ വരെയും ക്യൂ നിൽക്കേണ്ടി വരും. ക്യൂ നിൽക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം, മെഡിക്കൽ എമർജൻസി, ഭക്ഷണം എല്ലാം ദേവസ്വം ഒരുക്കി തരുന്നതായിരിക്കും.
ഫ്രീ ദർശനത്തിനും ഒരു ടിക്കറ്റിന് ഒരു ലഡു ഫ്രീ ആയി ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ 300 രൂപയുടെ ശീഘ്ര ദർശനമാണ് എടുക്കുന്നതെങ്കിൽ നമുക്കതൊരു 3, 4, 5 തൊട്ട് 6 മണിക്കൂർ വരെയും ക്യൂവിൽ നിന്ന് ഭഗവാനെ പെട്ടെന്ന് കാണാൻ പറ്റുന്നൊരു ദർശനമാണ് ശീഘ്ര ദർശനം. അതിൻ്റെ വിലയാണ് 300 രൂപ. ആ ടിക്കറ്റാണ് നമ്മൾ TTD ദേവസ്വം സ്ലോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കയറി ബുക്ക് ചെയ്യേണ്ടത്. ഈ ടിക്കറ്റിലും ഒരാൾക്ക്, അതായത് ഒരു ടിക്കറ്റ് ഒരാൾക്കാണല്ലോ, ഒരു ലഡു ഫ്രീ ആയിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഏത് ID കാർഡ്, മെയിൻലി ആധാറാണ് പ്രിഫർ ചെയ്യുന്നത്, ആ ID കാർഡ് നമ്മൾ കൊണ്ടു ചെല്ലേണ്ടതാണ്. അതിൻ്റെ കോപ്പി കൊണ്ടു ചെല്ലണം. കോപ്പിയും ഒറിജിനലും കൈവെക്കുന്നത് നല്ലതാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ആ ടിക്കറ്റിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും നമ്മൾ കൊണ്ടുചെല്ലണം. ബസ്സിലല്ലാതെ നമുക്ക് നടന്നും തിരുമലയിലേക്ക് പോവാം. അലിപ്പിരി മേട് വഴിയും പോവാം, അതുപോലെ തന്നെ ശ്രീവാരി മേട് വഴിയും പോവാം. അലിപ്പിരി പറഞ്ഞാൽ നമുക്ക് കുറച്ച് ലോങ്ങർ റൂട്ടായിരിക്കും. ഏകദേശം 3550 സ്റ്റെപ്സ് കവർ ചെയ്യണം. 9 കിലോമീറ്റർ ദൂരം ഉണ്ടാവും അലിപ്പിരി വരി പോവുകയാണെങ്കിൽ. അതുകൂടാതെ മറ്റൊരു വഴി എന്ന് പറയുന്നത് ശ്രീവാരി മേടാണ്. ശ്രീവാരി മേട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഷോർട്ടർ ഡിസ്റ്റൻസ് ആണ്. അതൊരു 2 കിലോമീറ്ററാണ്. പക്ഷേ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സ് ആയിരിക്കും. 2388 സ്റ്റെപ്സ് കയറി പോകണം. ശ്രീവാരി മേട്ടിൽ നല്ല സ്റ്റീപ്പായിരിക്കും സ്റ്റെപ്പ്. തിരിച്ച് അലിപ്പിരിയിൽ വന്നിട്ട് കുറച്ചുകൂടി ഒരു ലാൻഡിങ് സ്പേസുകൾ കൂടുതലുള്ള രീതിയിലുള്ള ഒരു വേ ആണ് ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരാനായിട്ട്. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി പോകുന്ന വഴിയായിരിക്കില്ല ഇറങ്ങി വരുന്നത്. രണ്ടും 2 റൂട്ടായിട്ടാണ് വിടുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്ന കൃത്യം 45 അല്ലെങ്കിൽ 50 മിനിറ്റ്സിനകത്ത് ചെന്നില്ല അല്ലെങ്കിൽ അതിന് മുമ്പാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ നമുക്ക് അവിടുന്ന് ഫൈനും കാര്യങ്ങളും ഉണ്ടാവും. കാരണം ഇതൊരു ഗാർഡ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ആക്സിഡൻറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആനിമൽസ് ഉള്ളത് കൊണ്ട് തന്നെയും ഒരു സ്പീഡ് ലിമിറ്റ് എപ്പോഴും എല്ലാ വണ്ടികളും പാലിക്കുന്നതായിരിക്കണം. രാവിലെ യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. നമ്മൾ മുകളിലേക്ക് കയറും തോറും നമ്മുടെ ചെവി അടയ്ക്കും, അതുപോലെ തന്നെ തണുപ്പുണ്ടാവും. കമ്പയർ ടു തിരുമലയിലേക്ക് കയറുമ്പോഴത്തേക്കും മലയാണല്ലോ, അതുകൊണ്ട് ക്ലൈമറ്റ് നല്ല ചേഞ്ച് ഉണ്ടാവും. പിന്നെ ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ എങ്ങും ആരും ഒരു ചപ്പും ചവറും ഒന്നും വലിച്ചിട്ടിട്ടില്ല. എല്ലാവരും നല്ല വൃത്തിക്കാണ് ഈ ഒരു ഗാർഡ് സെക്ഷൻ സൂക്ഷിച്ചേക്കുന്നത്. നമ്മൾ കേരളത്തിലാണെങ്കിലും പല സ്ഥലങ്ങളിലും ഗാർഡ് സെക്ഷനിലൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഈ കഴിച്ച ചിപ്സിൻ്റെ കവറും അതും ഇതുമൊക്കെ ഇട്ടേക്കുന്ന കാണാം. പക്ഷേ ഇവിടെ വളരെ വളരെ മനോഹരമായി ക്ലീൻ ആയിട്ടാണ് ഈ ഒരു ഗാർഡ് സെക്ഷൻ അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. എടുത്തു വെയിൽ നമ്മൾ അവിടെ നിന്ന് വരെ എത്താൻ. അന്ന വഴി അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ഇപ്പം നമ്മളിവിടെ എത്തിയേക്കുന്ന ഇവിടെ തിരുമല ആന്ധ്രാപ്രദേശ് RTCയുടെ ബസ് സ്റ്റോപ്പിൽ നിറയെ ബസ്സുകളുണ്ട്. ഈ നേരെ ഇതെല്ലാം തിരുപ്പതിക്ക് പോകും. ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതിലേ പോകണം എങ്ങോട്ട് പോകണം എന്നൊക്കെ. പക്ഷെ കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സൈൻ ബോർഡ്സ് ഉണ്ടാവും. ഇഷ്ടംപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. സൈൻ ബോർഡ്സ് നോക്കി നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത് അതനുസരിച്ച് നമുക്ക് പോവാം.
ഒരു മോഡുണ്ട്, അതിൽ നമുക്ക് മുട്ടയടിക്കാൻ പോകണമെങ്കിൽ മെയിൻ കല്യാണക്കട്ടയിൽ പോകണം. പിന്നെ അവിടെ 2-3 ടെമ്പിൾസ് ഉണ്ട്, വരാഹസ്വാമി ടെമ്പിൾ, ശ്രീവരി ടെമ്പിൾ, ഇവിടെയൊക്കെ നമ്മൾ പോകണം. പിന്നെ അന്നപ്രസാദം കൗണ്ടർ എല്ലാം ഇവിടെ ഈ താഴേക്കുള്ള വഴിയാണ്. പിന്നെ 300 റുപ്പീസിന് ടിക്കറ്റ് എടുത്തെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ഫുള്ള് കടകളൊക്കെ കേട്ടോ. നമ്മൾ ഇതുവരെയും അമ്പലത്തിൻ്റെ ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടൊരു ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടുതലുണ്ട്. ഇവിടെ എല്ലാം ഫുഡ് ഷോപ്സ് ഉണ്ട്, ഒരുപാട് സോവനിയേഴ്സിൻ്റെ കടയുണ്ട്, പെയിൻറ്റിങ്സ്, അങ്ങനെ കുറേ കടകളുണ്ട്, നിറച്ച് കടകൾ. വഴിമാറിപ്പോയി, നേരെ തിരിച്ചു. കല്യാണക്കട്ടയിൽ പോകണമെങ്കിൽ നമ്മൾ അവിടെ ഒരു എൻട്രൻസ് കണ്ടില്ലേ, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് പോകരുത്, റൈറ്റ് അല്ലേ സ്ട്രെയിറ്റുള്ള വഴിയാണ്, നോക്കിയിട്ട് പറയാം. അങ്ങനെ ഒരു 10 മിനിറ്റ് ഞങ്ങൾ അലഞ്ഞു നടന്നിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു കല്യാണക്കട്ട. ഇവിടെയാണ്, ഈ ഒരു ബിൽഡിങ്ങിലാണ് മുടി വെട്ടുന്നതെന്നാണ് തോന്നുന്നത്. the place of offering hairs to Lord Venkateswara. ഞങ്ങൾ ഇവിടെ ഓടിപ്പിടിച്ച് വന്നപ്പോഴത്തേക്കും കൃത്യം ഈ മുടി വെട്ടാനിരിക്കുന്ന ആൾക്കാർ ബ്രേക്ക് പോകുന്ന സമയമായിരുന്നു. പിന്നെ നമ്മളുടെ അടുത്തൊരു പുള്ളി വന്ന് പറഞ്ഞു, ഇല്ല പ്രശ്നമില്ല, നിങ്ങൾ ടിക്കറ്റ് താ, ഞാൻ ശരിയാക്കി വെട്ടിത്തരാമെന്ന് പറഞ്ഞു. നമ്മൾ ശരിക്കും മേളിൽ നിന്നും ടിക്കറ്റ് എടുത്തിട്ട് താഴേക്കാണ് വരേണ്ടത്. ഞങ്ങൾക്ക് ശരിക്കും വഴി മാറിപ്പോയിട്ടാണ് ഞങ്ങൾ താഴേക്കൂടി ചെന്നത്. പിന്നെ മേളിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് താഴെ വന്ന് അവിടെ വന്നിട്ട് തലമുണ്ടലം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ശരിക്കും നമ്മൾ ഫ്രീ ആണ് ഇവിടെ കേട്ടോ തലമുണ്ടലം ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവർക്ക് ഈ വെട്ടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ പോലെ കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നീയനെ കൊണ്ട് പളനി പോയപ്പോഴത്തേക്കും വിഷ്ണുവേട്ടൻ മുടി തലമുണ്ടലം ചെയ്തിരുന്നു. അന്നേരം നമ്മൾ ശരിക്കും താടിയും മീശയും ഒന്നും എടുത്തില്ല. പക്ഷേ ഇവിടുത്തെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് എല്ലാം താടി, മീശ, മുടി എല്ലാം കളയണം എന്നാണ്. നമ്മളെ അഹന്ത ഭഗവാനിലേക്ക് കൊടുക്കുകയാണ്, അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പം ആ ചേട്ടനാണ് പറഞ്ഞത് മൊത്തം എടുത്തോ, അതായിരിക്കും നല്ലതെന്ന്. അങ്ങനെ ഏട്ടൻ ഫുള്ളാக എടുത്തു. അതിനുശേഷം എൻ്റെ മുടിയും കുറച്ചവരെടുത്തു. മുടി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീകൾ മുടി തലമുണ്ടലം ചെയ്യുന്നവരുണ്ട്. അപ്പം ഞാനത് പ്രിപ്പയർഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മുടി ആ ചേട്ടൻ ഒരു 3 എണ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ ഒരു ഉണ്ടിയലുണ്ട്, അവിടെ കൊണ്ട് നമ്മൾ സമർപ്പിക്കണം. ഇനി ഞങ്ങൾ കുളിക്കാനാണ് പോകുന്നത്. പുഷ്കരണിയിൽ പോയി കുളിച്ചതിന് ശേഷം വരാഹസ്വാമീനെ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഭഗവാനെ കാണാൻ പോകാൻ പറ്റുകയുള്ളൂ. അതാണ് ഒരു പാറ്റേൺ. അങ്ങനെ വേണം നമ്മൾ തൊഴാനായിട്ട്. അതിന് കുളിച്ചതിന് ശേഷം വരാഹസ്വാമി ക്ഷേത്രത്തിൽ പോയതിന് ശേഷം ഹനുമാൻ സ്വാമി, ഗണപതി സ്വാമി, അങ്ങനെ അവിടെ കുറച്ച് ഉപദേവതകളുണ്ട്, അവിടെയൊക്കെ നമുക്ക് പോയി തൊഴാവുന്നതാണ്. അടിച്ചേക്കുന്നത് ചൂടൊന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒരു തണുപ്പല്ലേ. തലമുണ്ടലം ചെയ്തതിന് ശേഷം ശ്രീവാരി പുഷ്കരണിയിൽ പോയി സ്നാനം ചെയ്യണമെന്നാണ്. ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഗരുഡൻ വൈകുണ്ഠത്തിൽ നിന്നും കൊണ്ടുവന്ന ഒരു കുളമാണ്, അതായത് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഒരു കുളമാണ് ശ്രീവാരി പുഷ്കരണി. അതുകൊണ്ട് തന്നെ ഒരു സീക്രട്ട് പോണ്ടായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് ഈ ഒരു പോണ്ടിൽ നടക്കുന്നുണ്ട്. ചുറ്റിനും നോക്കിയാൽ കാണാം, നമുക്ക് സേഫ്റ്റി എന്നുള്ള രീതിയിൽ ബാരിക്കേഡുകൾ വെച്ച് കിട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഒരു അത്യാവശ്യം ഹൈറ്റിലുള്ള ആൾക്ക് സുഖമായിട്ട് ഇറങ്ങിപ്പോയി മുങ്ങി കുളിച്ച് വരാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ശ്രീവാരി പുഷ്കരണിയിൽ ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് സ്നാനം ചെയ്യണമെന്ന്. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഒരു പേടിയാണ്. പേടിക്ക് പിന്നിലൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോയിൽ സംസാരിക്കാം. അപ്പം എനിക്ക് അവിടെ ചെന്നിട്ട് മുങ്ങണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിലെ ആ ഒരു പേടി കാരണം എനിക്ക് മുങ്ങാൻ പറ്റിയില്ല. ഞാൻ അവിടെ ഇരുന്നിട്ട് 3 പ്രാവശ്യം തലയിൽ വെള്ളം കോരി ഒഴിച്ച് പ്രാർത്ഥിച്ചു.
അപ്പോഴേക്കും എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ചേച്ചിയും രണ്ട് കുട്ടികളും വന്നിട്ട് പറഞ്ഞു, ഇറങ്ങ്, പേടിക്കാനൊന്നുമില്ല, ഒത്തിരി ഡെപ്തൊന്നുമില്ല, ഇറങ്ങ്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഒരു പേടിയാണ്. മേ ബി ഇൻ ഫ്യൂച്ചർ മാറുമായിരിക്കും. ഞാൻ വിഷ്ണുവേട്ടനെ നോക്കിയിട്ട് പറയുന്നത് അത് തന്നെയാണ്, ഏട്ടാ എനിക്കെന്തോ പേടിയാവുന്നു. ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇറങ്ങ്, കുഴപ്പമൊന്നുമില്ല, അത് ഡെപ്തൊന്നും ഇല്ല എന്ന് പറയും. പക്ഷേ നമുക്ക് ഉള്ളിൽ നിന്നൊരു ധൈര്യം വേണമല്ലോ. എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് എനിക്ക് ഡിപ്പ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത് തന്നെ. പക്ഷേ ഐ എം സോ സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി ദാറ്റ് അറ്റ്ലീസ്റ്റ് എനിക്ക് അവിടെ നിന്ന് വെള്ളം കോരി തലയിൽ ഒഴിക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഇപ്പോഴും ഉണ്ട് മനസ്സിൽ. ഞാൻ പറഞ്ഞില്ലേ, ആ ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇറങ്ങ്, പേടിക്കണ്ട, അവിടെ തന്നെ നിൽക്കണ്ട, ഇറങ്ങെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്തോ ഒരു ഭയം. അപ്പോൾ ചേച്ചി ചോദിക്കുകയാണ്, ആദ്യമായിട്ടാണോ വരുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്, ഒന്നും പേടിക്കാനില്ല. എന്നിട്ട് അവരവിടെ ഭയങ്കരമായിട്ട് സ്വിം ചെയ്യുന്നു, അവർ ഭയങ്കര എൻജോയ് ചെയ്യുന്നു. അപ്പാർട്ട് ഫ്രം ബീയിങ് എ പിൽഗ്രിമേജ് അല്ലെങ്കിൽ ഒരു പിൽഗ്രിം, അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ആൻഡ് ഗുഡ് ദാറ്റ് അങ്ങനെ കണ്ടതിൽ വളരെ സന്തോഷം. പുഷ്കരണിയിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നതാ ഇവിടെ എല്ലാവരും ഇങ്ങനെ വിളിച്ചിട്ടുണ്ടാവും. ഇനി വരാഹസ്വാമി ടെമ്പിളിൽ തൊഴാൻ പോകണം, അതിനുള്ള ക്യൂ ആണ് കാണുന്നത്. വരാഹസ്വാമി ക്ഷേത്രത്തിൽ നന്നായി ദർശനം കിട്ടി. അതിനുശേഷം ഞങ്ങൾ ഡ്രസ്സ് ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ പുഷ്കരണിയിൽ ഇറങ്ങിയതിൻ്റെ. അപ്പോൾ ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാം. ഫസ്റ്റ് കഴിക്കാൻ പോവാം. ഇവിടെ അന്നപ്രസാദ സെൻ്റർ ഉണ്ട്, ഇവിടെ പോയിട്ട് കഴിക്കട്ടെ. തിരുപ്പതിയിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് അന്നപ്രസാദം സെൻറ്റേഴ്സ്. നമുക്ക് ഒരുപാട് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള അന്നപ്രസാദം സെൻറ്റർ ഉണ്ട്. അവിടെ പോയാൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫുഡ് അവൈലബിൾ ആയിട്ട് കിട്ടും. ഞങ്ങൾ രാവിലെ പോയ സമയത്ത് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വൈകിട്ട് പോയപ്പോൾ നിറയെ തിരക്കും ക്യൂ ഒക്കെ നിന്നിട്ടാണ് കയറിയത്. പക്ഷെ ഒരുപാട് ക്യൂ ഒന്നുമില്ല കേട്ടോ. കാരണം ഈ ഒരു ഹാളിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ കപ്പാസിറ്റി ഉള്ള ഒരു ഹാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണത് പണിതിരിക്കുന്നത്. ഈ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു 3D പെയിൻറ്റിങ് പോലെ തിരുപ്പതി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വാൾ പെയിൻറ്റിങ് കാണാം. കണ്ണിന് നമുക്ക് എന്താ പറയുക, മെസ്മറൈസിങ് എന്ന് പറയില്ലേ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ഒരു 2000+ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹാളാണ്. അത് ഒരു ഹാളല്ല, 3-4 നിലകളിലായിട്ടുള്ള ഒരു വലിയൊരു കോംപ്ലക്സാണ് ഈ അന്നപ്രസാദം കോംപ്ലക്സ്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു. ലഞ്ചിൻ്റെ ടൈമാണ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടാനൊന്നും ഒട്ടും പാടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പോയി കൈ കഴുകി നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സീറ്റ് പിടിച്ചിരുന്നു. ചോറ്, ഒരു തോരൻ പോലത്തെ ഒരു കറി, പിന്നെ ഒരു പായസം, പിന്നെ ഒരു നമ്മുടെ ചമ്മന്തി ഉണ്ട്. അതെനിക്ക് തോന്നുന്ന ആന്ധ്ര ആ ഒരു സ്റ്റൈലിലുള്ളൊരു ചമ്മന്തി, സാമ്പാർ, രസം ഒക്കെയാണ് നമുക്ക് ഈ ഒരു ചോറിൻ്റെ കൂടെ കിട്ടുന്നത്. നല്ല ചൂട് ചോറ്, നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ ചോറ് അവർ നമുക്ക് തരുകയും ചെയ്യും. വേസ്റ്റ് ആക്കാൻ പാടില്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഭക്ഷണം വേസ്റ്റ് ആക്കാതെ വേണം അവിടെ നിന്ന് കഴിക്കാനായിട്ട്. ഇനി നമ്മൾ പോകുന്നത് അവിടെ ഭഗവാന്റെ മുന്നിൽ നമുക്ക് നാളികേരം ഉടയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് കർപ്പൂരം കത്തിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. ഭഗവാന്റെ മുമ്പിൽ എന്ന് വെച്ചാൽ കുറേ ദൂരെ ഇങ്ങോട്ട് മാറിയാണ്. അപ്പോൾ ഇവിടുന്ന് 20 രൂപയ്ക്ക് 2 നാളികേരം വാങ്ങിച്ചിട്ട് നമ്മൾ കുറച്ച് മുകളിലേക്ക് കയറി ആഞ്ജനേയ സ്വാമി ക്ഷേത്രമുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നമുക്ക് അവിടെ ഈ നാളികേരം ഉടച്ചതിന് ശേഷം അവിടെ ഒരു വിളക്കുണ്ട്. ആ വിളക്കിൽ നമ്മുടെ കയ്യിൽ അവർ തന്നേക്കുന്ന കർപ്പൂരവും കത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. മിക്കവാറും നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഒരു സ്ഥലം. അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ നേരെ നമുക്ക് ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം കാണാം. അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം അവിടെ നിന്നിട്ട് നമുക്ക് നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവരും ചെയ്യുന്നത് ആദ്യം ഈ നാളികേരം വാങ്ങി അവിടെ ഉടച്ചതിന് ശേഷം അവിടെ തിരിയും കത്തിച്ചിട്ടാണ് ദർശനത്തിന് വേണ്ടി പോകുന്നത്. ഞങ്ങളുടെ ദർശന സമയം 4:30-ക്കായിരുന്നു. പക്ഷേ
നമ്മുടെ വീടിന് നമുക്കൊരു നെയ്ബർ ഉണ്ട്, അദ്ദേഹം ആന്ധ്രയാണ്. അപ്പം പുള്ളിയുടെ അടുത്ത് വെച്ചും പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തിരക്കില്ലാത്ത സമയമാണെങ്കിൽ അവർ 4:30 ഒന്നും നോക്കില്ല, നമ്മൾ നേരത്തെ ചെന്നാലും കയറ്റി വിടും. അപ്പോൾ ഒരു ട്രയൽ എന്നൊരു രീതിയിൽ ഞങ്ങളൊരു 2:30 ആയപ്പോഴത്തേക്കും ക്യൂ നിൽക്കുന്ന സ്ഥലത്തേക്കൊന്ന് പോയി നോക്കി. അപ്പം ഇത് പോകുന്ന വഴിക്ക് ഏട്ടൻ ആദ്യം ശ്രീ വരാഹസ്വാമി ക്ഷേത്രത്തിന് മുമ്പിൽ വെച്ചിട്ട് തലയിൽ ഇങ്ങനെ നെറ്റിയിൽ കുറി വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ സേവ ചെയ്യുന്ന ആൾക്കാർ ഫ്രീ ആയിട്ട് കുറി വരച്ച് തരും. അപ്പം ഞാൻ അവിടെ നിന്ന് അത് വാങ്ങിച്ചു. എനിക്കും സന്തോഷമായി. ഞങ്ങൾ രണ്ടുപേരും കുറിയൊക്കെ തൊട്ടിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ നടന്നിട്ട് കുറച്ച് ദൂരം അങ്ങ് മാറിയിട്ടാണ് ഈ ക്യൂ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ പോകുമ്പോൾ തന്നെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടത് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ദർശനം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് അവർക്ക് കുറച്ച് സമയം മാത്രം ക്യൂ നിന്നാൽ മതി. അങ്ങനെ 1 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള രേഖകൾ, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ആധാർ കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു എൻട്രി വഴി കയറി പോകാവുന്നതാണ്. ഇനി നമ്മൾ ഈ നടക്കുന്ന ക്യൂ ഈ ഒരു കയറി പോകുന്ന വഴിയാണ് ക്യൂയിലേക്ക് പോകുന്ന വഴി. ഈ വഴി ഒരുപാട് ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലഗേജുകൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു കൗണ്ടർ വരും. അതുപോലെ നമ്മുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്ന ഒരു സ്ഥലം വരും. ലഗേജുകൾ സബ്മിറ്റ് ചെയ്യുന്ന കൂടെ നമ്മുടെ മൊബൈൽ ഫോണും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പൈസയൊന്നും ബാഗിൽ വെക്കരുതെന്ന് അവർ പറയും, നമ്മുടെ കയ്യിൽ പിടിച്ചോളാൻ പറയും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മൊബൈൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത് ഞങ്ങൾ മൊബൈൽ സബ്മിറ്റ് ചെയ്ത് ഭഗവാനെ കണ്ട് ഇറങ്ങിയ ശേഷമുള്ള വീഡിയോ ആണ്. ഇറങ്ങിയതിന് ശേഷം നമ്മൾ ലഡു കളക്ട് ചെയ്യാനായിട്ടാണ് പോകേണ്ടത്. നന്നായി തൊഴാൻ പറ്റി. ഒരു 3 മണിക്കൂർ, അതായത് നമ്മൾ 2:30 കയറി 5 മണിക്ക് കൃത്യം ഭഗവാനെ കണ്ട് ഭഗവാന്റെ പ്രസാദം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ പറയില്ലേ, ഇത്രയും ദൂരം നമ്മൾ ചെന്ന് നമ്മൾ അത്രയും വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു 5 സെക്കൻഡായിരിക്കും ഭഗവാനെ കാണാൻ പറ്റുന്നത്. പക്ഷേ ആ ഒരു കാഴ്ചയുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അപ്പം ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇനിയും ഭഗവാനെ കാണാൻ വരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കൃത്യസമയം 4:30 ആയതുകൊണ്ട് ഞങ്ങൾ അന്ന് രാത്രി എന്തായാലും 8 മണിയാവും തൊഴുത് കഴിയാൻ. അപ്പോൾ അവിടെ തന്നെ കിടക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതനുസരിച്ച് നമ്മൾ അവിടെ കിടക്കാൻ തന്നെ പ്ലാൻ ചെയ്തു. വീണ്ടും അന്നപ്രസാദ സെൻറ്ററിൽ പോയിട്ട് വൈകിട്ടത്തെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ നമ്മൾ കിടന്നിട്ട് പുലർച്ചെ 3 മണിയാകുമ്പോഴത്തേക്കും ഭഗവാനെ ഉണർത്തുന്ന ശ്രീ വെങ്കടേശ്വര സുപ്രഭാതം ഉണ്ട്. അതും കേട്ടിട്ട് പോരണം എന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയില്ല. രാത്രി ഫുള്ളിങ്ങനെ കിടക്കുന്നു, എണീക്കുന്നു. പിന്നെ ഭയങ്കര തണുപ്പാട്ടോ. അപ്പോൾ പോകുന്നവർ സ്വെറ്റർ, അവിടെ കിടക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ സ്വെറ്ററൊക്കെ എടുത്തിട്ട് പോകണം. ഇല്ല അവിടെ തന്നെ റൂമുള്ളവരാണെങ്കിൽ പ്രശ്നമില്ല, ഒരു 2 മണി കഴിയുമ്പോൾ വന്നിട്ട് ഭഗവാന്റെ കീർത്തനമൊക്കെ കേട്ടിട്ട് പോകാം. അല്ലെങ്കിൽ അവിടെ കിടക്കുന്നവർക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും. അല്ലാത്ത പക്ഷം അവിടെ ആ ഒരു ഓപ്പൺ ഏരിയയിലാണ് കിടക്കുന്നതെങ്കിൽ സ്വെറ്റർ, മഫ്ലർ ഒക്കെ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. അത്രയ്ക്കും തണുപ്പാണ്. സുപ്രഭാതം ഞാൻ കേട്ടത് ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ് വെക്കാത്തതെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഞാനത് കേൾപ്പിക്കാത്തത്. ഞാൻ വിചാരിച്ചിരുന്നത് MS സുബ്ബലക്ഷ്മി മാമിൻ്റെ ആയിരിക്കും, പക്ഷേ അല്ല, അവർ ലൈവായിട്ട് പാടുന്നതാണ്. ആ ഒരു ഫീലിംഗ് വേറെ ആയിരുന്നു കേട്ടോ. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് നന്നായി ഭഗവാനെ കാണാൻ പറ്റി. ഒരു അല്ലലും ഇല്ലാതെ, ഒരു തടസ്സങ്ങളും ഇല്ലാതെ നന്നായി ഭഗവാനെ തൊഴാനും പറ്റി. അതിനുശേഷം ഞങ്ങൾ ലഗേജ്. ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തൊഴുതതിന് ശേഷം ലഡു കളക്ട് ചെയ്യില്ലോ. ഒരു ടിക്കറ്റിന് ഒരു ലഡു ആണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങൾക്ക് എത്ര ലഡു വേണമെങ്കിലും അവിടെ നിന്ന് കളക്ട് ചെയ്യാം. 50 രൂപയാണ് ഒരു ലഡുവിൻ്റെ വില. 200 രൂപയുടെ വലിയ ലഡു ഒക്കെ ഉണ്ട്, വേണം നമുക്ക് അതും വാങ്ങാം. പിന്നെ പോകുമ്പോൾ മറക്കാതെ വാങ്ങേണ്ടതാണ് അവിടുന്ന് അഗർബത്തീസ്. അവിടെ ഉപയോഗിക്കുന്ന പുഷ്പങ്ങൾ യൂസ് ചെയ്തിട്ട് അവിടെ അഗർബത്തീസ് ഇപ്പം മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതെന്തായാലും വാങ്ങാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്തവണത്തെ തിരുപ്പതി വ്ളോഗെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇതിനകത്ത് കൂടുതലും ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർക്കുള്ളൊരു ഇൻഫർമേഷൻ പോലെയാണ് ഞാനൊരു വീഡിയോ എടുത്തത് തന്നെ. വ്ളോഗ് കുറേ നാളായിട്ട് എടുക്കുന്നില്ലായിരുന്നു. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് കമൻറ്റ് ചെയ്യുക, ഞാൻ തിരുത്തുന്നതായിരിക്കും. Thank you so much for watching.